അങ്ങനെ നമ്മുടെ നിധി ഭാസ്കരന് കഞ്ഞിയൊക്കെ കൊടുക്കണ്ടേ, എന്നിട്ട് പറയേണ്ടത് ഇതും കൂടി കുടിക്കാൻ പറയണ്ടേ. എന്തായാലും ഭാസ്കരൻ പറഞ്ഞു അയ്യോ നിൻ്റെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടത്. എന്തായാലും നമ്മുടെ നിധി പറഞ്ഞതനുസരിച്ച് നമ്മുടെ ഭാസ്കരൻ ആ കഞ്ഞി വാങ്ങി കുടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ സുധീഷിന് വല്ലാത്ത വിഷമമായിട്ട് പുറത്ത് പോയി നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ഗായത്രിയുടെ 2 ഫ്രണ്ട്സുമാരും കയറി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷിനോട് പറയുന്നത് നിങ്ങൾ എന്താ ഗായത്രി വിളിച്ചാൽ ഫോൺ എടുക്കാതെ, അവൾ വല്ലാതെ വിഷമിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്, അവൾ ആകെ അപ്സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങളൊന്ന് ഫോൺ എടുക്കും, ഒന്ന് ഫോൺ ഓൺ ആക്കും എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നത് നിങ്ങൾ ആരാ, നിങ്ങൾ എങ്ങനെ എൻ്റെ വീട് കണ്ട് മനസ്സിലാക്കിയെന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് ആ 2 ചെക്കന്മാർ പറയുന്നുണ്ട് ഞങ്ങൾ ഗായത്രിയുടെ ഫ്രണ്ട്സാണ്, അവൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, സുധീഷ് ടാക്സി ഓടിക്കുന്ന ഡ്രൈവർ സുധീഷിൻ്റെ വീട് എന്നാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, ആവശ്യം ഞങ്ങളുടെ ആയി പോയില്ലേ, അതാണ് ഞങ്ങൾ ഇവിടെ തിരഞ്ഞു വന്നതെന്നൊക്കെ പറയുന്നത്. എന്നാലും നമ്മുടെ സുധീഷ് പറയുന്നത് നിങ്ങൾ വിചാരിക്കണം പോലെ എനിക്ക് അവൾ തമ്മിൽ ഒന്നുമില്ല, ഞാൻ വെറും ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മാത്രമാണ് വന്നത്, നിങ്ങളെ ഗായത്രിയാണ് എന്നെ തെറ്റിദ്ധരിച്ചതെന്നൊക്കെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷ് ആരാടാന്ന് പറഞ്ഞിട്ട് ഹരീഷും വരുന്നുണ്ട്. എന്നിട്ട് ഹരീഷ് ചോദിക്കേണ്ട എന്താ പ്രശ്നം, ഇവർ ഗായത്രിയുടെ ഫ്രണ്ട്സ് അത്ര, ഇവർ എന്നെ തിരക്കി വന്നിരിക്കുകയാണ് ഗായത്രിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ പ്രശ്നത്തിൽ പോയി ചാടണ്ടാന്ന്. എന്തായാലും നമ്മുടെ ഹരീഷും സുധീഷും കൂടി ആ ചെക്കന്മാരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഇവ സുധീഷ് ഗായത്രിയെ വിളിച്ചോളും, നിങ്ങളിപ്പോൾ പോയി നിങ്ങളുടെ പണി നോക്കി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് 2 ആളെയും പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹരീഷ് സുധീഷിനോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ പണിക്ക് നിൽക്കണ്ട, നിങ്ങളുടെ തലയിൽ പുലിവാലാവുന്നു, ഇപ്പം എല്ലാം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും സുധീഷ് പറയണ്ട എടാ ഞാൻ അങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല, ഞാൻ എങ്ങനെയെങ്കിലും ആ നിധീനെ എൻ്റെ ഒന്ന് മനസ്സ് ഇളക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്തത്, ഇപ്പം നീ ഇതിന് എങ്ങനെയെങ്കിലും എന്നെ ഊരി വിടുക എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് നമ്മുടെ ഹരീഷ് പറഞ്ഞു ഇനി ഇതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, നീ എത്രയും പെട്ടെന്ന് അവളെ വിളിക്കുക, ഗായത്രിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ നേരെ വ്യക്തതയായിട്ട് പറഞ്ഞു കൊടുക്കുക, ഇത് മാത്രമേ ഇതിനുള്ള ഒരു വഴിയുള്ളൂ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഹരീഷ് ഇത് പറഞ്ഞിട്ട് ഉള്ളിൽ പോകുന്നത് നമ്മുടെ സുധീഷ് ആണെങ്കിൽ ഇങ്ങനെ വിഷമിച്ചിട്ട് നിൽക്കണുണ്ട്. പിന്നെ കാണിക്കേണ്ടത് പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്, എല്ലാവരും ജോലിക്ക് പോകാൻ റെഡി ആവുന്നുണ്ട്. നമ്മുടെ നിധി ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട് പനിയൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഭേദമായി എല്ലാം മാറി, നീ ആ പനീനെ ഓടിച്ചു വിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. എന്തായാലും നിധി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സുധീഷ് എങ്ങോട്ടും പോകാതിരിക്കണം കാണുമ്പോൾ നിധി ചോദിക്കേണ്ടത് സുധീഷിനോട് നിങ്ങൾ ഇറങ്ങണില്ലേ ചോദിക്കുമ്പോൾ ഇല്ല ഞാനൊന്നും എങ്ങോട്ടും പോകണില്ല എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ നിധി നികേഷും കൂടി സ്കൂട്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. നമ്മുടെ നിധി നികേഷിനെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നിധി പോണ സമയത്ത് നമ്മുടെ ഗായത്രി വന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് എവിടെ സുധീഷ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നിധി പറയണ്ടേ എന്തേ സുധീഷിൻ്റെ നമ്പർ നിൻ്റെ കയ്യിലില്ലേ, വിളിച്ച് ചോദിച്ചൂടെ എന്ന് പറയണ്ട. ആ സമയത്ത് ഗായത്രി പറയണ്ടേ ഞാൻ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് പറയണ്ടേ. ആ സമയത്ത് നമ്മുടെ നിധി പറയണ്ട എന്നാൽ ആയിക്കോട്ടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിധി സ്കൂട്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നികേഷിൻ്റെ അടുത്തേക്ക് ആ കുട്ടി വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താന്ന് സുധീഷേട്ടൻ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല സുധീഷേട്ടൻ വരുമോ വരില്ലെന്ന്, എവിടെ ഇപ്പോൾ സുധീഷേട്ടൻ ഉണ്ടാവുക എന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ഇന്ന് ഞാൻ കോളേജിൽ പോയില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ നേട്ടനിട്ടിട്ട് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികേഷ് ഗായത്രിയോട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ സുധീഷേട്ടനെ കാണണോ, നിങ്ങൾ എൻ്റെ കൂടെ പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗായത്രി മനസ്സോട് വിചാരിക്കുന്നത് ഞാൻ ഇവൻ്റെ ഒപ്പം പോയാൽ ശരിയാവോ, എന്തെങ്കിലും ആവട്ടെ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മുടെ നികേഷിൻ്റെ കൂടെ ഗായത്രി പോകുന്നുണ്ട് നമ്മുടെ സുധീഷിൻ്റെ വീട്ടിലേക്ക്. എന്തായാലും സുധീഷിൻ്റെ വീട് എത്തുന്ന സമയത്ത് നമ്മുടെ സുധീഷിനോട് നമ്മുടെ നികേഷ് പറയേണ്ടത് ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയേണ്ടത്. ആരെടാന്ന് പറയുമ്പോൾ നമ്മുടെ ഗായത്രി കാണുമ്പോൾ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ കൊട്ടിപ്പടിഞ്ഞ് നീക്കുന്നുണ്ട്. എന്തായാലും സുധീഷ് ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ ഉള്ളിൽ നിന്ന് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരെടാ ഈ പെൺകുട്ടി ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട് ഇത് സുധീഷേട്ടൻ ബസ് സ്റ്റോപ്പിൽ നോക്കി നിൽക്കാറില്ല ആ പെൺകുട്ടിയാണെന്ന്. ആ സമയത്ത് സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പം നീ എന്തിനാണ് ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കുട്ടിക്ക് എന്തോ സുധീഷേട്ടനോട് സംസാരിക്കാണ്ട് അത്ര എന്ന് പറയുന്നത് നമ്മുടെ നികേഷ്. എന്തായാലും നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഗായത്രിയോട് നിന്നോട് ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എന്നെ വിളിക്കേണ്ടാന്ന്, പിന്നെ എന്തിനാ ഇപ്പം നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രിയോട്. അപ്പോൾ ഗായത്രി വല്ലാതെ കരഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെ വരാതിരിക്കാൻ പറ്റില്ല, ഇന്നലെ വൈകുന്നേരം വരെ സുധീഷിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പം എന്താ സുധീഷിനെ പറ്റി, എന്താ എന്നെ കാണാൻ ചന്തല്ലേ, ഇപ്പം എന്താ എന്നെ വിളിക്കാത്ത, ഞാൻ എന്താ ഫോൺ വിളിച്ചാൽ എടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ സുഭാഷേട്ടൻ കേട്ടിട്ട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് ഗായത്രിയോട് പറഞ്ഞു നീ ഇങ്ങോട്ട് വാ, ഇപ്പോൾ ഇവിടെ നിന്നൊന്നും പറയണ്ട, നമുക്ക് ബാക്കിൽ പോയിട്ട് കുറച്ച് സംസാരിക്കാമെന്ന് പറയുന്നത്. ആ സമയത്ത് സുഭാഷേട്ടൻ പറയുന്നുണ്ട് നീ എവിടേക്കാണ് അവളെ കൊണ്ടുപോകണേ, നീ എവിടെ കൊണ്ടേ ആക്കുമെന്ന് പറയുന്നത്. ആ സമയത്ത് നിൽക്കേട്ടാ ഒന്ന് നിൽക്കുക, എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ബാക്കിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ സുഭാഷേട്ടൻ നികേഷിനോട് പറയണം നീ എന്തായാലും കോളേജിലേക്ക് പോകാൻ നോക്കുകയെന്ന് പറയുന്നത്. ആ സമയത്ത് നികേഷ് പറഞ്ഞു ഞാൻ പോണില്ല, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നത്. അത് നോക്കി നിൽക്കണ്ട, നീ നിൻ്റെ പണി നോക്കിപ്പോ, അവൻ എന്താ ചെയ്യട്ടെ എന്ന് പറയുന്നത് നമ്മുടെ നികേഷിനെ കോളേജിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സുഭാഷേട്ടൻ പതുക്കെ പോയിട്ട് എന്താ ഈ സുധീഷ് പറയണമെന്ന് പോയി നോക്കണം. ആ സമയത്ത് സുധീഷ് കല്യാണം കഴിച്ചതൊഴികെ ബാക്കിയൊക്കെ പറയുന്നുണ്ട് എന്താ ഗായത്രി നീ എന്നെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് അവസാനം നമ്മുടെ സുഭാഷേട്ടനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പോയിട്ട് ആ കുട്ടിയോട് പറയുന്നുണ്ട് നോക്ക് കുട്ടി ഇവൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, പിന്നെ എങ്ങനെ നീ കല്യാണം കഴിഞ്ഞ ആളെ ലവ് ചെയ്യാന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗായത്രി വല്ലാതെ പൊട്ടിക്കരഞ്ഞിട്ട് വിഷമിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇറങ്ങിപ്പോയ ശേഷം നമ്മുടെ സുഭാഷേട്ട സുധീഷിനോട് പറയണേ അവൾ ഈ വിഷമത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്താൽ നീ എന്താ കണ്ടത്, നിനക്ക് എന്താ തലയ്ക്ക് സുഖമില്ല, നിനക്ക് എന്താ ആദ്യം തന്നെ നിൻ്റെ കല്യാണം കഴിഞ്ഞതാന്ന് പറഞ്ഞുകൂടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്
നമ്മുടെ സുധീഷിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷേട്ടൻ ഗായത്രിയുടെ ബാക്കിൽ തന്നെ ഓടുന്നുണ്ട് അവൾ എവിടേക്കാണ് പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തായാലും നമ്മളെ ഗായത്രിനെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.